വളരെ മികച്ച രീതിയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനോടൊപ്പം എക്കാലത്ത് നിന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. പാർലമെന്റ് മെമ്പറായിരുന്ന ഘട്ടത്തിൽ ഞാൻ രാജ്യസഭയിൽ ഉണ്ടായിരുന്ന സന്ദർഭമാണ്. ഞങ്ങൾ ഒന്നിച്ച് ഏറെ കാര്യങ്ങൾ ആ ഘട്ടത്തിൽ കുറെ കൂടി ചാരിറ്റി പ്രവർത്തനങ്ങൾ MP ഫണ്ടൊക്കെ വിനിയോഗിച്ചിട്ടുള്ളത്. അതിലെല്ലാം പരസ്പരം ആശയങ്ങൾ പങ്കുവയ്ക്കാനും അത്തരം കാര്യങ്ങൾ നടപ്പിലാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. ഇന്നസെന്റിന്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടിരുന്നത് ഏത് നർമ്മം അവതരിപ്പിക്കുമ്പോഴും പത്രങ്ങൾക്കകത്ത് എഴുതുമ്പോഴും അതിനകത്ത് എപ്പോഴും ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അതിനകത്ത് പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എല്ലാവരോടും സ്നേഹം പുലർത്തിയിരുന്ന, മുഴുവൻ മലയാളിയും ഇഷ്ടപ്പെട്ടിരുന്ന വലിയൊരു നടനെയാണ്, ഒരു മനുഷ്യസ്നേഹിയാണ് ഇന്നസെന്റിന്റെ ഈ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമായിട്ടുള്ളത്. ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് ലോകത്തെ കാണിച്ചു എന്ന് തന്നെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളൊക്കെ ക്യാൻസർ വന്ന ആളുകൾക്ക് അദ്ദേഹം ഒരു ആത്മവിശ്വാസമായിരുന്നു. അദ്ദേഹത്തിന്റെ ആ ചികിത്സാ രീതിയും ഒക്കെ നമ്മളോടൊക്കെ പറയാറുള്ളത്. തീർച്ചയായിട്ടും ഇന്നസെന്റിനെ പോലൊരു കലാകാരൻ ഇനി നമുക്കുണ്ടാകുമോ എന്ന് നമ്മൾ ചിന്തിച്ചു പോവുകയാണ്.